വെള്ളപ്പൊക്ക കെടുതിയുമായി ബന്ധപ്പെട്ട് ട്രോളിങ് വന്നു. പക്ഷെ എനിക്ക് അതിനൊരു സ്പിരിറ്റ് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ഒരു വെള്ളപ്പൊക്ക കെടുതിയിൽ ആൾക്കാരെ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ പോയതിന് ശേഷമാണ് പല വീട്ടുകാരും പുറത്തിറങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ ആ ഡിഞ്ചിയിൽ ആൾ കൂടി. അവർ 6 പേരുണ്ട്, ഞങ്ങൾ 10 പേരോളം ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ അതിനകത്ത് കയറിയില്ല. അപ്പം അതിനകത്ത് എനിക്ക് സ്വിമ്മിങ് അറിയാതുകൊണ്ട് ഞാൻ സ്വിം ചെയ്ത് പോന്നു. അതിനകത്ത് എന്താ ട്രോളിൻ്റെ മാറ്ററെന്ന് ഫുൾ ഫാക്ട്സ് മനസ്സിലാകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അതൊരു ട്രോളിൻ്റെ കാര്യമില്ല. അപ്പം സ്വയം അപഹാസ്യരായി പോയെന്നേ അവർക്ക് തോന്നുള്ളൂ. കാരണം നമ്മൾ ആൾക്കാരെ സംരക്ഷിക്കാനാണ് പുറത്തിറങ്ങണേ. അപ്പോൾ അവിടെ വന്നിട്ട് ഈ തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. ഇത് ഫാക്ട്സ് അറിയാത്തതുകൊണ്ട് എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരു ആഗ്രഹം സ്പോർട്സ് സിറ്റിയാണ്. ആ സ്പോർട്സ് സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്തൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയംസ് വരണം, ട്രെയിനിങ് അക്കാഡമിക്സ് വരണം, നമ്മളെ കുട്ടികൾ നല്ലപോലെ വളർന്നു വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ. നാളത്തെ കേരളത്തിൻ്റെ ഭാവി ശോഭനമാണ്. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത് ബ്ലൂ എക്കോണമി, നോളജ് എക്കോണമി, അതുപോലെ ഇപ്പം ഞാൻ പറയും സ്പോർട്സ് എക്കോണമി കൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇനി ലോകത്തിലേക്ക് പോകുന്ന നമ്മുടെ ഒഴുക്ക് തീരണം. ലോകം നമ്മളെ തേടി വരണം. പണ്ട് ഈ ലോകം മൊത്തം തേടി വന്നത് സ്പൈസസിനെയാണ്. കേരളത്തെ തേടിയാണ് പല രാജ്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടത്. വെസ്റ്റ് ഇൻഡീസ് പോലും ഈ ഇന്ത്യക്ക് വേണ്ടിയുള്ള തപ്പൽ, ഈ സ്പൈസസിന് വേണ്ടിയുള്ള തപ്പൽ അത് കേരളമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ തേടി പോവുകയാണെങ്കിൽ തിരിച്ച് നമ്മളെ തേടി വരുന്ന രീതിയിലേക്ക് നമ്മൾ സംസ്ഥാനം വളരണം. അതിലേക്കാണ് നമ്മുടെ വളർച്ച ഉണ്ടാവുന്നത്. ഓണവിശേഷങ്ങളും ഓണ ഓർമ്മകളുമായിട്ട് നമ്മുടെ ഓണക്കാഴ്ചകൾ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുണ്ടല്ലേ. അങ്ങനത്തെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള പുതുപ്പള്ളിക്കാരുടെ, കോട്ടയംകാരുടെ, ചങ്ങനാശ്ശേരിക്കാരുടെ ഒക്കെ മൊത്തമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ. ഹാപ്പി ഓണം. എവിടെ വരെയായി ഓണമൊക്കെ? ഇങ്ങനെ പോകുന്നു. ഇന്ന് രാവിലെ ഒരു തുടക്കം ഉണ്ടായി. ഒരു സ്കൂളിൽ നിന്ന് ഓണം പങ്കെടുത്തു. നാളെ മൊത്തം ഓണത്തിൻ്റെ പരിപാടികളാണ് കോട്ടയം മൊത്തം. ഓണം വൈബാണ്. 2 പരിപാടി പങ്കെടുത്തു. 2 പരിപാടി. എങ്ങനെ ഓടി എത്തുന്നു? കുഴപ്പമില്ല. ഈ ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഫുഡൊക്കെ ഇങ്ങനെ നടക്കും. ഈ ഫുഡ് മാത്രമല്ല, പൊതുവേ നമ്മളിങ്ങനെ കുറച്ചുകൂടെ യങ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ കുറച്ച് നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഒക്കെ നമ്മളൊന്ന് നോക്കണ്ടേ? ഹെൽത്ത് ഇച്ചൂടെ ഞാനിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഒത്തിരി ട്രാവലായി. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 3 വർഷത്തിനിടെ ഒരു മിനിമം 3 lakh കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ട്. അയ്യോ. അപ്പോൾ ട്രാവൽ ഇച്ചിരി കൂടുതലാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് സർവീസ് വേണ്ടേ? ഇഷ്യൂ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ മാനേജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കാൻ തന്നെത്താൻ ആണോ അതോ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണോ? തന്നെത്താൻ മതിയല്ലോ, വേറെ ആരും വേണ്ട. ഈ ഓണം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ചെറുപ്പത്തിലെ ഞങ്ങളുടെ അസോസിയേഷനിലായി ഓണം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരുന്നത്. അത് വലിയൊരു ഓർമ്മയായിട്ട് നിൽക്കുക. വീട്ടിൽ ഓണം ഉണ്ണും. പക്ഷേ അതല്ല തന്നെ ഓണം സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ അസോസിയേഷനുണ്ട്. അവിടെ മാവേലിയായിട്ടുമൊക്കെ ആൾക്കാരായിരുന്നു. പിന്നെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, അത്തപ്പൂക്കള കോമ്പറ്റീഷൻ, അങ്ങനെ ഒത്തിരി കോമ്പറ്റീഷനും പാട്ടുകൾ എല്ലാം നടക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനകത്ത് അപ്പം വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതൊരു വലിയൊരു കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ എല്ലാ ദിവസവും എല്ലാ ഓണത്തിനും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പായസം, എൻ്റെ ടീച്ചർ എന്നെ ചെറുപ്പത്തോട്ട് പഠിപ്പിച്ച ടീച്ചറിന് പായസം വരും. അങ്ങനെ അത് ചിലപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കും. പിന്നെ ചിലപ്പോൾ പുറത്തൊന്ന് പോകും. ഞാൻ ഓണത്തിന് പിന്നെ ഒന്നും ചെയ്യില്ല. ഓണത്തിന് വീട്ടിൽ തന്നെയാണ്. അപ്പോഴാണെങ്കിൽ എല്ലാ ഓണത്തിനും ഉണ്ട് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് കണ്ടിട്ട് പോകും. കാണുകയല്ല. പിന്നെ ഈ പണ്ടത്തെ ഓണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എൻഗേജ്ഡ് ആകാമായിരുന്നു. പക്ഷെ ഇപ്പം ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഇതുപോലെ ഓടിയെത്താനും ഇതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ടോ? ഇപ്പം സമൂഹമായി കൂടുതൽ ഇടപഴകുകയല്ലേ. സമൂഹമായിട്ട് കൂടുതൽ ഇടപെടുവാൻ ഇപ്പം നാളെ തന്നെ എൻ്റെ ഒരു 10 പരിപാടികളും മിനിമം നാളെ കോട്ടയത്തും പുതുപ്പള്ളിയിലുമായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഇടപെടുവാനൊക്കെ ഉള്ള അവസരം വരുന്നത്. എങ്ങനെയാണ്? ഫുഡി ടൈപ്പ് ആളാണോ? കുഴപ്പമില്ല, എല്ലാം കഴിക്കും. ഇപ്പോൾ ഇച്ചിരി ഒന്ന് കുറയ്ക്കുക, കൺട്രോൾ ആക്കുക. പക്ഷെ ഓണത്തിന് നമുക്കത് പറ്റത്തില്ല. പക്ഷെ സാധിക്കില്ല, നടക്കത്തില്ല. അതോ കഴിച്ചു പോകുന്നോ? ഞാൻ പായസം കിട്ടി അങ്ങനെ കഴിക്കും. ഇപ്പം പായസം ഇച്ചിരി കുറച്ചിരിക്കുക. കാരണം ഒത്തിരി മധുരം ആകുമ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇച്ചിരി. കാരണം പക്ഷെ ഞാനിത് കഴിക്കുകയും ചെയ്യും, ഇഷ്ടപ്പെടാൻ കഴിക്കും. അതാരാ വിടുന്നല്ലേ? അപ്പോൾ ഈ പായസങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ഏതാ? പാൽപ്പായസം തന്നെ. പാൽപ്പായസം സാധാരണ എല്ലാവരും അടപ്രഥമനല്ലേ? അടപ്രഥമൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിനെക്കാട്ടി ഏറ്റവും ഇഷ്ടം പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്.
ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചതേ ഉള്ളൂ, എവിടെ കിട്ടും, ബുക്ക് ചെയ്യണോ എന്നൊക്കെ. കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് തന്നു. അതേ നമ്മുടെ ക്യാമറമാനാ ചോദിച്ചേ. അപ്പോൾ ഇനിയിപ്പം ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ട്രോളുകളെ എങ്ങനെ നേരിടുന്നു? ട്രോൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ട്രോൾ ഇട്ടെ. ട്രോൾ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ആവശ്യത്തിലധികം ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുവോ? അല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഴ വെള്ളപ്പൊക്ക കെടുതിയുമായി ബന്ധപ്പെട്ട് ട്രോളിങ് വന്നു. പക്ഷെ എനിക്ക് അതിനൊരു സ്പിരിറ്റ് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ഒരു വെള്ളപ്പൊക്ക കെടുതിയിൽ ആൾക്കാരെ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ പോയതിന് ശേഷമാണ് പല വീട്ടുകാരും പുറത്തിറങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ ആ ഡിഞ്ചിയിൽ ആൾ കൂടി. അവർ 6 പേരുണ്ട്, ഞങ്ങൾ 10 പേരോളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അതിനകത്ത് കയറിയില്ല. അപ്പം അതിനകത്ത് എനിക്ക് സ്വിമ്മിങ് അറിയാതുകൊണ്ട് ഞാൻ സ്വിം ചെയ്ത് പോന്നു. അതിനകത്ത് ആ ട്രോളിൻ്റെ മാറ്ററെന്ന് ഫുൾ ഫാക്ട്സ് മനസ്സിലാകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അതൊരു ട്രോളിൻ്റെ കാര്യമില്ല. അപ്പം സ്വയം അപഹാസ്യരായി പോയെന്നേ അവർക്ക് തോന്നുള്ളൂ. കാരണം നമ്മൾ ആൾക്കാരെ സംരക്ഷിക്കാനാണ് പുറത്തിറങ്ങണേ. അപ്പോൾ അവിടെ വന്നിട്ട് ഈ തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. ഇത് ഫാക്ട്സ് അറിയാത്തതുകൊണ്ട് എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വർഷങ്ങളോളമായി. പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറയാം, എനിക്കിപ്പോൾ ഒരു ആഗ്രഹം സ്പോർട്സ് സിറ്റിയാണ്. ആ സ്പോർട്സ് സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്തൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയംസ് വരണം, ട്രെയിനിങ് അക്കാഡമിക്സ് വരണം, നമ്മളെ കുട്ടികൾ നല്ലപോലെ വളർന്നു വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഈ ബിഗ് സ്ക്രീനിലൊക്കെ മുഖം കാണിക്കാറുണ്ട്. അങ്ങനെ കാണിച്ച ആളുകളും ഉണ്ട് കേട്ടോ. ഈ ഫിലിമിൽ നിന്നൊക്കെ ചാൻസ് കിട്ടിയേ പോവോ? ഫിലിമിനൊന്നും പോകുന്നില്ല. എന്നാൽ പക്ഷേ ലുക്കൊക്കെ ഉണ്ട്, പോകാം. അതിപ്പോൾ അവർ തീരുമാനിക്കട്ടെ. എന്നാലും ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകരും പറയട്ടെ. അപ്പം ഇനിയുള്ള ഓണക്കാലം ഇനിയിപ്പം അറിയാം ബിസി സ്കെഡ്യൂളാണ്. തിരുവോണനാൾ എങ്ങനെയാണ്, വീട്ടിൽ തന്നെ ആയിരിക്കുമോ? അത് വീട്ടിൽ അപ്പം 2016 തൊട്ട് ഈ ക്യാൻസർ രോഗികളായിട്ടായിരുന്നു ഇപ്പോൾ ഭക്ഷണം കഴിച്ചോട്ടെ ഓണം. അപ്പം അമ്മയ്ക്കും അതേ നിർബന്ധം. അപ്പം അതുകൊണ്ട് അവരുമായിട്ട് ഇപ്രാവശ്യം ഓണം ഉണ്ടാകുന്ന ഒരു പ്ലാനാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു അപ്പ ഉണ്ടായിരുന്ന കാലത്തുള്ള ആ ഓണ ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? മനോഹരമായിട്ടുള്ള ഒരു സമയമാണ്. പക്ഷേ അദ്ദേഹം ഈ 16-ലെ ഓണത്തിനാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം നടത്തിയ ഓണത്തിൽ അദ്ദേഹം വന്നിരുന്ന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം ഏത് ജോലി ചെയ്താലും അത് പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുക. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഒരു 2 മാസമായി കാണത്തുള്ളൂ, സ്ഥാനം മാറിയിട്ട്. എല്ലാ സാധനവും ഉപ്പ് കപ്പ് ഞാൻ ജീവിതത്തിൽ അദ്ദേഹം വീട്ടിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല. വീട്ടിൽ കാണാറേ ഇല്ലല്ലോ ആളെ. ഈ ഒരു ഓണത്തിന് അദ്ദേഹം ഈ മറ്റേ ശർക്കര വരട്ടി, ചിപ്സ് ഓരോ പാക്കറ്റിലോട്ട് മാറ്റി എനിക്ക് കാണുന്ന അത്ഭുതം തോന്നി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്, മൊമെൻ്റ് അത്. അപ്പോൾ നമ്മളോടത്തൊക്കെ പറയുന്ന ഏത് ജോലിയും ചെയ്യാൻ നമ്മളെല്ലാം തയ്യാറാവണം. അതിനൊരു ഉത്തരവാദിത്വം നോക്കുന്നുണ്ടെന്നുള്ളത്. ഈ രാഷ്ട്രീയ ജീവിതത്തിലെ ഗുരു ആരാണ്? അപ്പ തന്നെയാണോ? ഗുരു എന്ന് പറയാൻ സത്യം പറയാൻ ആരുമില്ല. ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാതൃകയുണ്ട്. എനിക്ക് അതേപോലെ രാജീവ് ഗാന്ധി എൻ്റെ മുന്നിൽ ഒരു മാതൃകയാണ്. അപ്പോൾ 2 വ്യക്തികളും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന 2 ആൾക്കാരാണ്. അപ്പയിൽ നിന്ന് പഠിച്ച കുറച്ച് നല്ല പാഠങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ. അപ്പം അന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് ഫീലിംഗ് മനസ്സിലാവില്ല. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹം ഉൾക്കൊണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ജനങ്ങളോടൊപ്പം ഫുൾ ടൈം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വല്ലാത്തൊരു ഫീലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക, ജനങ്ങളുടെ പ്രശ്നം സജീവമായി ഇടുക എന്നുള്ളതാണ് നമ്മുടെ. ഈ ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ശരിയാണ്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ദേഷ്യം വരാം, വിഷമം വരാം, സങ്കടം വരാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് നമുക്ക് ഉണ്ടാവാം. അപ്പം എങ്ങനെയാണ് ഈ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ആളാണോ, അതോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ? അതല്ല, ഇപ്പം നമുക്കിപ്പോൾ ഓരോ സാഹചര്യം, ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് ഉൾക്കൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ അവിടെ വന്നിട്ട് ഞാനല്ലാതെ പെരുമാറേണ്ട കാര്യമില്ല. അപ്പം ഞാനായിട്ട് തന്നെ പെരുമാറും. ഏറ്റവും എന്നിൽ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? എന്നിൽ മീൻസ് എന്നിലല്ല കേട്ടോ, താങ്കളിൽ. ഇപ്പം ഞാനായിട്ട് പറയുന്നത് ശരിയല്ല, എന്താണ് നമുക്ക് എല്ലാവർക്കും ജനങ്ങൾ പറയട്ടെ. ജനങ്ങൾ പറഞ്ഞ ക്വാളിറ്റീസ് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ ഇനി ഈ ഓണക്കാലത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കര കുറച്ചു മുമ്പേ പറഞ്ഞു ബിസി സ്കെഡ്യൂൾ ആണെന്ന് പറഞ്ഞായിരുന്നു. പുതുപ്പള്ളിയിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓണ സെലിബ്രേഷൻ? ഞാൻ ഈ പ്രാവശ്യം ഓണ സെലിബ്രേഷൻസിനൊപ്പം തന്നെ ഒരു ഇന്ന് നാളൊക്കെ ആയിട്ട് കുറേ കിറ്റുകൾ ഈ ഫ്ലഡ് എഫക്റ്റഡ് ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇസ്കോൺകാർ കുറച്ച് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നെസ്ലെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാരിത്താസിൽ നിന്നൊരു സഹായം ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഇങ്ങനെ വിവിധ ഗ്രൂപ്പ്സിൽ നിന്ന് സഹായം കിട്ടും. അവരുടെയൊക്കെ പിന്തുണയോടുകൂടി അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക. ഈ സ്പോർട്സിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ്. എന്താണ് ഒരു ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഫിനിറ്റി ആയിരുന്നു സ്പോർട്സിനോട്. പക്ഷേ ഞാൻ ഗെയിംസ് കളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കുള്ള അവസരവും അല്ലെങ്കിൽ അതിനുള്ള ഇതും ഒരു മാനസികമായ തയ്യാറെടുപ്പും ലഭിച്ചിരുന്നില്ല. മാത്രമല്ല എപ്പോഴും നമുക്ക് പൊളിറ്റിക്സ് ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഇന്ത്യ കളിക്കുന്ന ഗെയിംസിനോട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ക്രേസ് ആയിരുന്നു വേണം പറയാം. ക്രിക്കറ്റ് ആണെങ്കിലും ഒരു പ്രൗഡ് ഫീൽ, ഫുട്ബോൾ ആണെങ്കിലും സാഫ് ഗെയിംസ് ഒക്കെ ഞാനിന്ന് ഈ ഫുട്ബോൾ കാണുമായിരുന്നു. പിന്നെ ഡേവിസ് കപ്പ് ഇന്ത്യ കളിക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ബാഡ്മിൻ്റൺ, അപ്പോൾ ഇന്ത്യക്ക് എപ്പോഴെങ്കിലും മെഡൽ കിട്ടുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നു. പക്ഷെ പലപ്പോഴും ഈ ഒളിമ്പിക്സിൻ്റെ ആ ഒരു പ്രകടനം കാണുമ്പോൾ നമുക്ക് നിരാശയായിരുന്നു ഫലം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സ്പോർട്സ് സിറ്റി എന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ ഫൈനലി എത്തുന്നത്. ഇതെല്ലാം തുടങ്ങുന്ന ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഇവർക്ക് കളിക്കാൻ അവസരം എടുക്കണമെന്നൊരു അമ്മ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് നമ്മൾ ടർഫ് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ സ്പോർട്സ് സിറ്റി എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തി നിൽക്കുന്നു 2 വർഷം കൊണ്ട്. അത് നടപ്പിലാവും എന്ന് തന്നെ പൂർണ്ണ വിശ്വാസം ഞാൻ നിൽക്കുക. അപ്പോൾ ഈ കഴിഞ്ഞു പോയ ഫിഫ വേൾഡ് കപ്പ് കാലം എങ്ങനെയാണ് എൻജോയ് ചെയ്തത്? ഫുൾ ടൈം ഫുട്ബോൾ കാണുക. ഏത് ടീമായിരുന്നു? ഞാൻ അർജന്റീന. സെയിം പിച്ച്. പക്ഷെ നമുക്ക് വിഷമം ഉണ്ടായിരുന്നല്ലേ? ഇല്ല, ഞാൻ സത്യം പറയാം, പിന്നെ അവസാനം ഓർത്ത് നല്ലതായിട്ടെ തോക്കുന്നത് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. നന്നായിട്ട് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമ്മൾ തോൽവിയും പഠിക്കണം. നമ്മുടെ ഞാൻ ഉൾപ്പെടെയുള്ളവരും നമ്മൾ ഉൾപ്പെടെയുള്ളവർ തോൽവിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ തോൽക്കുന്നത് നല്ലതാണെന്നാണല്ലോ അഭിപ്രായം. കാരണം കുട്ടികൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു, ഫോൺ കിട്ടിയില്ലെങ്കിൽ, എക്സാമിന് തോറ്റാൽ. അപ്പം അവർക്ക് എവിടെയെങ്കിലും ഒരു തോൽവി പഠിക്കണമെങ്കിൽ ഫുട്ബോളിലാണെങ്കിൽ നമുക്കൊരു നഷ്ടമില്ല. അർജന്റീന തോറ്റുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു നഷ്ടവും നമുക്ക് വ്യക്തിപരമായി ഉണ്ടാവുന്നില്ല. അപ്പം അതൊരു പാഠം കൂടെ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതേസമയം ജയിക്കുന്നതായിരുന്നു നമുക്കെല്ലാം സന്തോഷകരം. പക്ഷേ അർജന്റീനയുടെ പരാജയത്തിൽ സന്തോഷിച്ചവർ അവർക്ക് പക്ഷേ സ്പെയിൻകാരും ഇല്ലായിരുന്നു. പെട്ടെന്ന് കുറെ സ്പെയിൻകാർ വന്നു. സ്പെയിൻ ഫാൻസ് അസോസിയേഷൻ വരെ വന്നു. അതിന്റെ കാരണം വെച്ചാൽ അവരെല്ലാം വർഷങ്ങളായി പരാജയപ്പെട്ടു വരുന്നവരാണ്. സത്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മുടെ സർക്കാർ ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ വലിയൊരു ജനകീയ പരിപാടിയാണ്. കേരളം മൊത്തം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് കുട്ടികൾ ഇതിന്റെ മയക്കുമരുന്നിനും ലഹരിക്കൊക്കെ അടിമാകുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരുപാട് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരെ കുറച്ചും കൂടെ ജനകീയമാക്കാൻ വേണ്ടി, അല്ലെ അവരെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ആശയങ്ങളുണ്ടോ താങ്കളുടെ മനസ്സിൽ? നമുക്ക് ഈ ഒരു സ്പോർട്സ് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഈ സ്പോർട്സ് തുടങ്ങാനുള്ളൊരു കാരണം തന്നെ ഈ ഡ്രഗ്സിൽ നിന്ന് നമ്മൾ ഇവരെ മാറ്റുക. 2, ഇവിടെ ഒരു എക്കോണമി ഉണ്ടാക്കുക. 3, ഇവർക്ക് വേൾഡ് ലെവലിലേക്ക് പോകാൻ സാധിക്കുന്ന ആത്മവിശ്വാസം കൊടുക്കുക. അവരെ നമ്മുടെ മിനർവ FC രഞ്ജിത്ത് പറഞ്ഞ സ്പോർട്സ് പേഴ്സണാണ് അത് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഒരു ആത്മബലം കൊണ്ടാണ് അത്ര എത്തിച്ചത് ഇന്ത്യൻ ടീമിനെ അവിടെ. ഇപ്പോൾ ഇന്ത്യൻ അണ്ടർ 15 ചാമ്പ്യൻ അതിൻ്റെ കോച്ചാക്കി. അപ്പം അതേ കഴിവോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം കൊടുക്കുക, സ്പോർട്സിലോട്ട് തിരിച്ചുവിടുക. ദാറ്റ്സ് എ ബെസ്റ്റ് വേ ഫോർ ആൻറ്റി ഡ്രഗ് ആക്ടിവിറ്റി. അത് ഞാൻ 2.5 വർഷമായിട്ട് ഞാൻ അതിലാണ് ഈ സ്പോർട്സ് തുടങ്ങി വെച്ചത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. ഈ സ്പോർട്സ് സിറ്റി തന്നെ ഒരു ആശയം ഇതിനെതിരെ ഉള്ളതാണ് ഈ മൂവ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആവുമ്പോഴത്തേക്കും ആക്റ്റീവ് ആകും അല്ലേ? 100%. നമ്മുടെ പല മാനസിക പ്രശ്നങ്ങളും പല സാമൂഹിക പ്രശ്നങ്ങളും ഇതിൽ നിന്ന് സോൾവ് ആവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഓണം എത്താറായി. എന്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ആൻഡ് പ്രേക്ഷകർ അവരോട് പറയാറുള്ളത്? അല്ല, എല്ലാ ആശംസകളും നമ്മുടെ പ്രേക്ഷകർക്ക് നേരുകയാണ്. നാളത്തെ കേരളത്തിൻ്റെ ഭാവി ശോഭനമാണ്. നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത് ബ്ലൂ എക്കോണമി, നോളജ് എക്കോണമി, അതുപോലെ ഇപ്പം ഞാൻ പറയും സ്പോർട്സ് എക്കോണമി കൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇനി ലോകത്തിലേക്ക് പോകുന്ന നമ്മുടെ ഒഴുക്ക് തീരണം. ലോകം നമ്മളെ തേടി വരണം. പണ്ട് ഈ ലോകം മൊത്തം തേടി വന്നത് സ്പൈസസിനെയാണ്. കേരളത്തെ തേടിയാണ് പല രാജ്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടത്. വെസ്റ്റ് ഇൻഡീസ് പോലും ഈ ഇന്ത്യക്ക് വേണ്ടിയുള്ള തപ്പൽ, ഈ സ്പൈസസിന് വേണ്ടിയുള്ള തപ്പൽ അത് കേരളമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ തേടി പോവുകയാണെങ്കിൽ തിരിച്ച് നമ്മളെ തേടി വരുന്ന രീതിയിലേക്ക് നമ്മൾ സംസ്ഥാനം വളരണം. അതിലേക്കാണ് നമ്മുടെ വളർച്ച ഉണ്ടാവേണ്ടത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച്. ഭയങ്കര തിരക്കാണ്, അതിൻ്റെ ഇടയിൽ ഓടി വന്നു, ഞങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ഓണവിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവച്ചു. അപ്പോൾ ഈ ഒരു ഓണക്കാലം അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.